നമസ്കാരം. നാടുനീളെ ഇപ്പോൾ അക്രമങ്ങൾ നടക്കുകയാണ്. അക്രമങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡിവൈഎഫ്ഐയും CPM-ഉം SFI-യും ഒക്കെ നടത്തുന്ന സമരങ്ങളെയാണ്. ഈ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ എന്നൊക്കെ പേരിലാണ് ഇവരൊക്കെ ഈ അക്രമം വ്യാപകമായി അഴിച്ചുവിടുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരന്തരം ഇത്തരം സമരങ്ങൾ അരങ്ങേറുകയാണ്. പിന്നെ കേരളത്തിൽ ഏതൊരു വിഷയമുണ്ടായാലും ഒരു പട്ടി പെറ്റാൽ പോലും SFI-യോ DYFI-യോ സമരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി മനുഷ്യരെല്ലാവർക്കും നാണവും നാണക്കേടും മാനവും മാനക്കേടും മര്യാദയും ഒക്കെ ഉള്ളവരാണ്. ഇതില്ലാത്ത രണ്ടുപേരാണ് പിണറായി വിജയനും MV ഗോവിന്ദനും. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയനെ മുൻനിർത്തിയാണ് CPM ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് മാത്രമല്ല, പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് പിണറായി വിജയന്റെ തിരുമോന്ത പതിപ്പിച്ചിട്ടുള്ള വലിയ വലിയ ഹോർഡിങ്ങുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹൈവേകളുടെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചത്. ഇടതുപക്ഷത്തിന്റെ ഈ കനത്ത തോൽവിക്ക് പിന്നിൽ ഈ ഹോർഡിങ്ങിന് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയാതെ വയ്യ. കാരണം ഈ തിരുമോന്ത കണ്ടുകൊണ്ടു പോകുമ്പോഴൊക്കെ കഴിഞ്ഞ 10 വർഷങ്ങൾ തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. ഇതൊക്കെ അവർ കണക്കുകൂട്ടി വച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം വരെ അവരുടെ മനസ്സിൽ ഈ ചിന്തകൾ ഉണ്ടായിരുന്നു. ഓരോ തവണ ഈ ഹോർഡിങ് കാണുമ്പോഴും കമ്മികളൊക്കെ വിചാരിച്ചിരുന്നത് പിണറായി വിജയൻ്റെ മുഖം കണ്ടുകൊണ്ട് ആളുകളൊക്കെ വോട്ട് ചെയ്യുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ്റെ ഈ തോൽവിയെക്കുറിച്ച്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിണറായി വിജയൻ നിലപാട് മാറ്റി. കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ പിണറായി വിജയൻ രാജിവെച്ച് ഒഴിഞ്ഞു പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ കരുതിയവർക്ക് തെറ്റി. കാരണം പിണറായി വിജയനാണ് മറുഭാഗത്ത്. നാണമില്ല, മാനമില്ല, മര്യാദയില്ല, മാനക്കേടില്ല, നാണക്കേടില്ല, മര്യാദയില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയെന്ന് മാത്രമല്ല, കീഴ്ഘടകങ്ങളിൽ നിന്ന് പോലും തോൽവിയുടെ കാരണക്കാരൻ പിണറായി വിജയനാണ് എന്ന് വിമർശനമുണ്ടായിട്ടും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ പക്ഷത്തല്ല തെറ്റ്, പാർട്ടിയാണ് തെറ്റ് കാണിച്ചത്, പാർട്ടിയുടെ പിഴവാണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും അയാളുടെ ശിങ്കിടിയായ ഗോവിന്ദനും കൂടി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗോവിന്ദനും പിണറായി വിജയനും ഒന്നും നാണവും നാണക്കേടും ഒന്നും ഇല്ല എന്നുള്ള കാര്യം. മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നെങ്കിലും അന്തസ്സോടുകൂടി ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് ഒഴിഞ്ഞു പോകുമായിരുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുകയുമാണ്. എന്തൊരു ഗതികേടാണ് നോക്കണേ കേരളത്തിൻ്റെ ഗതികേട്. എന്തായാലും ഇക്കാര്യം ഇപ്പോൾ DYFI-ക്കാർക്ക് മനസ്സിലായിരിക്കുകയാണ്. DYFI-ക്കാർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഗോവിന്ദനും വിജയനുമെതിരെ തിരിഞ്ഞിട്ടുണ്ട്. CPM-ന്റെ B ടീമായി പ്രവർത്തിക്കേണ്ട ഗതികേടിലാണ് DYFI എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത്. പോരാട്ടം നടത്തേണ്ട ഒരു പാർട്ടിയാണത്രേ ഈ DYFI. അതുകൊണ്ട് ഇപ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നത് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പോരാട്ട സംഘടനയാകേണ്ട DYFI CPM-ന്റെ B ടീമായി മാറിയത് നാണക്കേടായെന്നാണ് DYFI ജില്ലാ സമ്മേളനത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനം. കഴിഞ്ഞ 10 വർഷവും ഇടതു സർക്കാരിൻ്റെ PR ടീം പോലെയാണ് ഈ സംഘടന പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം CPM നേതൃത്വം തന്നെയാണ്. കടുത്ത തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മാറി നിൽക്കാനാകില്ല. മുഖ്യമന്ത്രിയുടെ പല വാക്കുകളും പഞ്ച് ഡയലോഗ് എന്ന രീതിയിൽ പ്രവർത്തകർ കൈയടിച്ചെങ്കിലും ജനങ്ങൾ അങ്ങനെയല്ല കരുതിയത്. 10 വർഷത്തെ LDF ഭരണം പാർട്ടിയിലെ യുവജന പ്രസ്ഥാനത്തിലും മരവിപ്പുണ്ടാക്കിയിട്ടുണ്ട്. DYFI ചട്ടപ്പടി സമരങ്ങൾ മാത്രമാണ് നടത്തിയത്. LDF ഭരണത്തെ രക്ഷിക്കാൻ മാത്രമുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. അധികാര കേന്ദ്രങ്ങളോട് ഒട്ടിനിന്ന് സാമ്പത്തിക ലാഭം നേടാനും നേതാക്കളെ സ്തുതിച്ച് സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാനുമാണ് പല നേതാക്കളും ശ്രമിച്ചത്. കോൺഗ്രസ് യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകി പട്ടികയുണ്ടാക്കിയപ്പോൾ ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കുന്ന പ്രവണതയാണ് ഇടതുപക്ഷത്തുണ്ടായത്. മട്ടന്നൂരിൽ VK സനോജിന് ഭൂരിപക്ഷം കുറഞ്ഞതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗൗരവമായി പരിഗണിക്കണം. DYFI അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വം ദുർബലമായി. DYFI ഏറ്റെടുക്കേണ്ട പല സമരങ്ങളും ഇപ്പോൾ SFI ആണ് നടത്തുന്നത്. PSC ഉദ്യോഗാർത്ഥികൾ പോലും ഇപ്പോൾ DYFIയെ ആശ്രയിക്കുന്നില്ല. സമ്മേളനത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ അഭിപ്രായങ്ങളിൽ പലതും ശരിയുമാണ്. മട്ടന്നൂരിൽ VK സനോജിന് ഭൂരിപക്ഷം കുറഞ്ഞതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി എന്ന് ആശ്വസിക്കേണ്ടതിനു പകരം ഭൂരിപക്ഷം കുറഞ്ഞു എന്നതിനെക്കുറിച്ച് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. മുമ്പ് തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കേണ്ട സമയത്ത്, ആ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് 100 പേരെങ്കിൽ 100 പേർ വന്ന് ഇതിനെതിരെ സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും PK ശ്യാമള അവിടെ സ്ഥാനാർത്ഥിയാകുമായിരുന്നില്ല. അവിടെ മറ്റൊരു വ്യക്തി സ്ഥാനാർത്ഥിയാവുകയും അവിടെ CPM സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുമായിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്കൊക്കെ നേരം വെളുക്കുന്നത് വളരെ വൈകിയായിരിക്കും. അത് എല്ലാ കാര്യങ്ങളിലും പല കാര്യങ്ങളിലും മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി മാത്രമല്ല, ഈ DYFIയുടെ നേതൃത്വം ദുർബലമായി എന്നും പറയുന്നുണ്ട്. അത് എനിക്കുള്ള ഒരു
ഉപദേശം ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, DYFIയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡബിൾ എ റഹീമിനെ ഈ പൊതുവേദികളിൽ വന്ന് സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത്രയേറെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ, ഈ ഡബിൾ എ റഹീം, അങ്ങനെയുള്ള 1-2 പേരുടെ വാർത്തകൾ വരുന്ന കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കൂ സമയം കിട്ടുമ്പോൾ. അപ്പോൾ മനസ്സിലാകും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന നേതാക്കളാണ്. ഈ ജെയ്ക്കിനെയും ചിന്താ ജെറോമിനെയും ഒക്കെ ഒരു പരിഹാസപാത്രങ്ങളാണ് ഈ കാണുന്നത്. പക്ഷേ ഇവരെയൊന്നും അങ്ങനെയല്ല. ആര്യ രാജേന്ദ്രനും ഡബിൾ എ റഹീമൊന്നും അങ്ങനെയല്ല. അതിന് കാരണവുമുണ്ട്. ആര്യ രാജേന്ദ്രനെ ഏറ്റവും വെറുക്കാനുള്ള കാരണം അവരുടെ 5 വർഷത്തെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിലെ പ്രവർത്തനമായിരുന്നു. പിന്നീട് ഈ യദു എന്ന് പറയുന്ന ഒരു KSRTC ഡ്രൈവറെ ബസ് തടഞ്ഞു നിർത്തി കാണിച്ച പട്ടിഷോയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ തോൽവിക്കും അവരുടെ ഭർത്താവിൻ്റെ തോൽവിക്ക് പിന്നിലും ഇത് പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഡബിൾ എ റഹീമാണ്. ഡബിൾ എ റഹീം അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ വിജയലക്ഷ്മി എന്ന അധ്യാപികയെ മണിക്കൂറുകളോളം SFIക്കാരെ കൊണ്ട് തടഞ്ഞു വെച്ച് അവരെ മോശമായ ഭാഷയിൽ അസഭ്യം വിളിക്കുകയും അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ബാത്റൂമിലേക്ക് പോലും പോകാൻ കഴിയാതെ തടഞ്ഞു വെച്ചിരുന്ന ഒരു വ്യക്തിയുമാണ്. പിന്നെ അയാളുടെ ഒരു കണ്ണാടി വെച്ചു എന്ന് പറഞ്ഞ് പക്വത ഉണ്ടാകണമെന്നില്ല. ഈയിടെയായി കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടാണ് A റഹീം പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മുമ്പ് കുറച്ചു കാലങ്ങൾ മാത്രം ഈ സംസാരത്തിൽ മിതത്വം പാലിക്കാൻ A റഹീം ശ്രമിച്ചിരുന്നു. പക്ഷേ ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ A റഹീം വീണ്ടും പഴയ ആ ഒരു ഭീഷണിയുടെ സ്വരം പുറത്തെടുത്തിരിക്കുകയാണ്. കണ്ണാടിയുണ്ട് വെച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പാലക്കാട് ജില്ലയിലെ CPM നേതൃത്വത്തിനെതിരെയും പ്രതിനിധികൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം നൽകാതെ CPM ജില്ലാ സെക്രട്ടറി സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്നാണ് DYFI ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് കഴമ്പുള്ള ഒരു ആരോപണം തന്നെയാണ്. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, അയാൾ പല വിവാദങ്ങളും ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെതിരെ മോശമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. അന്ന് പാർട്ടി പോലും CPM പോലും അതിനെ ഏറ്റുപിടിച്ചില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിൻ്റെ അന്നു തന്നെ അവിടെ സംഘർഷമുണ്ടാകാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾക്കും ഒക്കെ കാരണമായത് ഈ EN സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ്. എന്ന് മാത്രമല്ല, പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് EN സുരേഷ് ബാബു. ഇത് അപകടം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് DYFIക്കാർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ DYFIയെ കുറ്റപ്പെടുത്തിയ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് മോശമായി. DYFI നേതാക്കൾ ഗൗരവമുള്ള ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണമെന്നും അഭിപ്രായമുയർന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലയിലെ ഒരു സ്ഥാനാർത്ഥി കോറികളിൽ നിന്ന് വൻതോതിൽ പിരിവ് നടത്തി. ഇത് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രതിനിധികൾ ആരോപിക്കുന്നുണ്ട്. അവിടെ എനിക്ക് പറയാനുള്ളത്, ഈ DYFI നേതാക്കൾ ഇനി എത്ര ഗൗരവമുള്ള കാര്യങ്ങളുമായി ചാനൽ ചർച്ചയിൽ വന്നാലും വെറും കോമാളികളായി പോകാനേ നിവൃത്തിയുള്ളൂ. കാരണം നിങ്ങൾ വരുന്നത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. കാരണം നിങ്ങളുടെ നേതാക്കളെ ന്യായീകരിക്കുക, പാർട്ടിയെ ന്യായീകരിക്കുക. ഈ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള അതേ ബുദ്ധി തന്നെയാണ്, അതേ തലച്ചോറ് തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കുകയാണ് നിങ്ങളുടെ മാന്യതയ്ക്ക് നല്ലതെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും DYFIയോട് പറയാനുള്ളത്, നേതാക്കളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാന്യമായി പ്രവർത്തിക്കുക, മറ്റുള്ളവരോട് മാന്യമായി സംസാരിക്കുക, മാന്യമായി പെരുമാറുക, ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം സമരങ്ങൾ നടത്തുക, പ്രതിഷേധങ്ങൾ നടത്തുക, നേതൃത്വത്തെ തിരുത്തുക. ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ നേതൃത്വത്തെ തിരുത്തുക. അവിടെ യുവജന പ്രസ്ഥാനങ്ങളാണ് വളർന്നു വരേണ്ടത്. അവിടെ ഇതുപോലെയുള്ള ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ജനങ്ങൾ പുറംകാല് കൊണ്ട് തൊഴിച്ചറിയും. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. കയ്യൂക്ക് കൊണ്ട് മൂച്ചാളിത്തരം കൊണ്ടുവന്നും ഇനി കമ്മ്യൂണിസത്തിന് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ശീലിക്കേണ്ടത്, ഈ വിദ്യാരംഭം കുറിക്കുമ്പോൾ ഹരിശ്രീ എഴുതുന്നത് പോലെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ മറ്റുള്ളവരോട് മാന്യമായും ശാന്തമായും സംസാരിക്കാനും പെരുമാറാനും ശീലിക്കുക എന്നുള്ളതാണ്. പിന്നീട് സധൈര്യം ഈ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും പോലെയുള്ള നേതാക്കളെ വിമർശിക്കുകയും അതിനവർ വഴങ്ങിയില്ലെങ്കിൽ തൂക്കിയെടുത്ത് പുറത്തെറിയാനുമുള്ള ആർജവം കാണിക്കുകയുമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം.